സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വമ്പൻ സന്തോഷ വാർത്ത. 2026 ജനുവരി മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം വിതരണം ചെയ്യുമ്പോൾ പെൻഷൻ തുകയിൽ വീണ്ടും വർധനവ് വരുന്നു എന്നുള്ള സുപ്രധാന അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത്. വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്തുള്ള വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. വരാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ തുകയിൽ വീണ്ടും ഒരു വർധനവ് കൂടി പ്രതീക്ഷിക്കാമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. പെൻഷൻ തുക നിലവിൽ 2000 രൂപ വീതമാണ് ഓരോ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരുന്നത്. ഇത് 2500 ഉയർത്തുന്നു എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രകടന പത്രികയിലെ വാഗ്ദാനമനുസരിച്ച് ഗുണഭോക്താക്കൾക്ക് പരമാവധി 2500 രൂപ വരെ LDF സർക്കാർ പുറത്തിറങ്ങുന്നതിന് മുൻപായി വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ മേഖലകളിൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിൽ 3 ഗഡുവാണ് ഡിസംബർ മാസത്തിൽ വിതരണം പൂർത്തിയാക്കിയത്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും വമ്പൻ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ജനുവരി മാസത്തിൽ കെട്ടിട നിർമ്മാണ മേഖലകളിലേക്ക് ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്ക് 2 മാസത്തിലെ പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്തേക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ. ഇത്തരത്തിൽ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ പരമാവധി 3200 രൂപ വരെ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേർന്നേക്കും. ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം അവസാന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഇതോടൊപ്പം തന്നെ 7 ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന NSAP വിഭാഗത്തിൽപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും. ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകിയിട്ടും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഡിസംബറിലെ ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതമായി നൽകേണ്ട 24.75 കോടി രൂപ സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിരുന്നു. ഈ തുക 8,46,456 പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ ഡിസംബർ 15-നുള്ളിൽ തന്നെ മുഴുവൻ പേർക്കും തുക ലഭ്യമാകത്തക്ക രൂപത്തിൽ സംസ്ഥാന സർക്കാർ കൈമാറിയ തുകയാണ് മാസാവസാനമായിട്ടും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ലാത്തത്. വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവയിലാണ് 200 രൂപ മുതൽ 500 രൂപ വരെ കേന്ദ്രവിഹിതമുള്ളത്. ഈ തുകയാണ് മുടങ്ങിയിട്ടുള്ളത്. ബാക്കി സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എല്ലാ പെൻഷൻകാർക്കും ലഭിച്ചിട്ടുണ്ട്. നേരത്തെ കേന്ദ്രവിഹിതവും ചേർത്തുള്ള മുഴുവൻ തുകയും സംസ്ഥാന സർക്കാരാണ് പെൻഷൻകാരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു നൽകിയിരുന്നത്. കേന്ദ്ര സർക്കാർ വിഹിതത്തുക ലഭിച്ചില്ല എങ്കിലും സംസ്ഥാനം മുഴുവൻ പെൻഷൻ തുകയും അക്കൗണ്ടിലേക്ക് നൽകുമായിരുന്നു. പിന്നീട് കേന്ദ്ര സർക്കാരിൽ നിന്ന് തിരിച്ചു വാങ്ങുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത്. 2023 ഏപ്രിൽ മുതൽ കേന്ദ്രവിഹിതം തങ്ങൾ തന്നെ നേരിട്ട് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നൽകിക്കൊള്ളാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ കേന്ദ്രവിഹിതം യഥാസമയം ഗുണഭോക്താക്കൾക്ക് 1 മാസം പോലും നൽകിയിട്ടില്ല. ഇതിനെ തുടർന്നാണ് കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ തന്നെ മുൻകൂറായി നൽകാൻ തീരുമാനിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ PFMS എന്ന ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴിയാണ് കേന്ദ്രവിഹിതം ഗുണഭോക്താക്കൾക്ക് നൽകേണ്ടത്. ഇതനുസരിച്ച് അതാത് മാസത്തെ 8,46,456 പേരുടെ കേന്ദ്രവിഹിത വിതരണത്തിന് ആവശ്യമായ തുകയായ 24.75 കോടി രൂപ സംസ്ഥാനത്തെ PFMS യൂണിറ്റിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുകയാണ് സംസ്ഥാനം ചെയ്യാറുള്ളത്. ഈ യൂണിറ്റ് വഴി ഓരോ ഗുണഭോക്താവിന്റെയും അക്കൗണ്ടിലേക്ക് കേന്ദ്രവിഹിത തുക നൽകും. ഇതനുസരിച്ച് ഡിസംബറിലെ തുകയും നേരത്തെ തന്നെ കൈമാറിയിരുന്നു. എന്നാൽ ഇത് കൃത്യമായി വിതരണം ചെയ്യാൻ PFMSന്റെ ചുമതലക്കാർ തയ്യാറായിട്ടില്ല. മുൻകാലങ്ങളിലും ഇത്തരത്തിൽ തുക വൈകിപ്പിക്കുന്ന നടപടി ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം സാങ്കേതിക തടസ്സമെന്ന കാരണം പറഞ്ഞ് കൈയൊഴിയുന്ന സമീപനമാണ് PFMSന്റെ ചുമതലക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്നും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. സംസ്ഥാനം മുൻകൂർ നൽകുന്ന തുക കേന്ദ്ര സർക്കാർ ഒരിക്കലും കൃത്യമായി മടക്കി നൽകാറുമില്ല. പലപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും ഈ തുക സംസ്ഥാനത്തിന് ലഭിക്കാറില്ലെന്നും ധനവകുപ്പ് വ്യക്തമാക്കി. ഇത്തരത്തിൽ നിലവിൽ കേരളത്തിന് ലഭിക്കാനുള്ളത് 265 കോടി രൂപയാണ്. വാർദ്ധക്യകാല പെൻഷനിൽ 200 രൂപയാണ് കേന്ദ്രവിഹിതമുള്ളത്. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 500 രൂപ വീതം ലഭിക്കും. വികലാംഗ പെൻഷനിൽ 80% മുകളിൽ അംഗപരിമിതിയുള്ള 18 വയസ്സിന് മുകളിലും 80 വയസ്സിന് താഴെയുള്ളവർക്ക് 300 രൂപയും 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 500 രൂപയുമാണ് കേന്ദ്രവിഹിതം. വിധവാ പെൻഷനിൽ 300 രൂപ വീതമാണ് കേന്ദ്രവിഹിതമുള്ളത്. ഇത് കൃത്യമായി കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. എന്നാൽ സംസ്ഥാനം മുൻകൂറായി നൽകുന്ന കേന്ദ്രവിഹിതവും മുടക്കുക വഴി സംസ്ഥാന സർക്കാരിനെ പഴികേൽപ്പിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഡിസംബർ മാസത്തിലെ വിതരണം അവസാന ഘട്ടത്തിൽ എത്തിയ സാഹചര്യത്തിൽ 2026 ന്യൂ ഇയർ പ്രമാണിച്ചുള്ള വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ച് ജനുവരി 31-നകം നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസം മുതൽ കാത്തിരിക്കുന്നത് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണമാണ്. പ്രഖ്യാപനം ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.